ഗായ്സ് അസ്സലാമു അലൈക്കും. നമ്മളെല്ലാരും ട്രിപ്പ് പോകുമ്പോൾ നല്ലോണം പ്ലാൻ ചെയ്തിട്ടാണ് പോകല്. പക്ഷെ നമ്മളെല്ലാരും പ്ലാൻ ചെയ്യാതെ പോണൊരു ട്രിപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ എത്തിപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. പണ്ടൊക്കെ നമുക്ക് എന്തിനും ഏതിനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ഖബറിലാണ്. അങ്ങനൊക്കെ നമ്മൾ ആ ഒരു മരിച്ച സമയത്ത് കുറച്ചു കാലം നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മറന്നിങ്ങനെ പോകും. അപ്പൊ എനിക്ക് ഒരാളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പല ആളുകളും ഒന്ന് ഖബറിലാന്നുള്ള ബോധം നമുക്ക് എപ്പോഴും വേണം. അപ്പൊ നമ്മള് ഫ്രീ ആകുമ്പോഴൊക്കെ ഓരോ ഖബറിലൊക്കെ ഒന്ന് പോയി സിയാറത്ത് ചെയ്യാം. എന്നിട്ട് നമ്മള് ഒരു കൂടി ഒരു ഫാത്തിഹ ചെയ്യാം. പിന്നെ ഈ പൊന്തക്കാരോട് ചോദിക്കണ ഓരോ ഖബറൊക്കെ ഒന്ന് വൃത്തിയാക്കുക. പിന്നെ ആ ഖബറൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിന്റെ മുകളിൽ കുറച്ച് വെള്ളമൊക്കെ പാരുക. ഇതൊക്കെ നല്ലതാണ്. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാന് ജുമുഅ കഴിഞ്ഞിട്ട് എല്ലാവരും പള്ളിക്കൊന്ന് പോയി. പക്ഷെ ഒരാള് ഓറ് പ്രായമൊന്നുമില്ല ചങ്ങായി, അയാളാരും മരിച്ച അയാളെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് അയാൾ കുറച്ച് അപ്പുറത്തെ ബക്കറ്റിൽ വെള്ളം കോരി വന്നിട്ട് ആ ബക്കറ്റ് എടുത്തിട്ട് അങ്ങനെ കുറച്ച് നടന്നു വന്നിട്ട് മൂപ്പര് ആ ഖബറിന്റെ മുകളിൽ ഇങ്ങനെ ഒഴിക്കാണ് നട്ടുച്ചയ്ക്ക് പേര് വെയിലത്ത്. അപ്പൊ ഞാൻ ചിന്തിച്ച്, എന്താ മൂപ്പര് അത്രക്കും വേണ്ടപ്പെട്ട ആളാണല്ലോ മരിച്ചത്. അപ്പൊ എത്രയോ ആൾക്കാർ ഇങ്ങനെ കാടും കൂടി ഇങ്ങനെ ഒരാൾ വന്ന് നോക്കാതെ എത്രയോ ഖബറുകൾ നമ്മളെ എല്ലാവരും ഖബർസ്ഥാനിലുണ്ടാവും. അപ്പം നമുക്ക് വേണ്ടപ്പെട്ട പല ആളുകളൊന്ന് ഖബറിലാന്നുള്ളൊരു ബോധം എല്ലാവർക്കും വേണം. എന്നിട്ട് നമ്മള് ഫ്രീ ആകുമ്പോഴൊക്കെ ഇനിയിപ്പോ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് നിങ്ങളെ ഉമ്മ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ വല്യമ്മ വല്യപ്പ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒന്ന് ഖബറിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ. എന്നാ ഞാൻ അടുത്ത വീഡിയോ കാണാം. മാസ്സലാമ.